പ്രിയമുള്ള ഒരുത്തരപ്പ് വാട്സാപ്പ് കൂട്ടായ്മയിലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മെമ്പറായ പ്രേമന് ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ബാക്കി അപ്ഡേഷനൊക്കെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ശരി മക്കളെ. ഓക്കെ, കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. പ്രേമൻ എത്ര രൂപയുടെ വീടാണ് നമ്മൾ വെച്ചു കൊടുക്കുക? പ്രേമൻ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയുടെ വീടാണ് നമ്മൾ എല്ലാം ഒരുവിധ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. നമ്മൾ ഈ ഗ്രൂപ്പുകാർ ചേർന്ന് 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് കൊടുത്തതിന് ഇരിക്കട്ടെ, നമുക്ക് എന്താണ് ലാഭം? ഇടാ, നമുക്ക് അതിൽ കാര്യമുണ്ട്. എന്ത് കാര്യം? ഇവിടെ എങ്ങനെയാലും നമ്മളൊരു കാര്യം, നമ്മൾ ഒരു 15 ലക്ഷം രൂപ നമ്മൾ പിരിച്ചെടുക്കുന്നു. മനസ്സിലായില്ലേ? അതിൽ 5 ലക്ഷം രൂപ നമ്മൾ എടുക്കുന്നു. അത് ഇച്ചിരി കൂടുതലല്ലേ? 2.5 നിനക്കും 2.5 എനിക്കും നല്ലല്ലേ അത്? അതല്ലെന്ന് 10 ലക്ഷം രൂപ വീട് അവന് വെക്കണ കൂടുതലല്ലേ? അത് നമുക്ക് എടുത്തിട്ട് 5 നമുക്ക് വീട് വെച്ച് കൊടുത്താൽ ഒരു പ്രേമന് വീടാണ് വെക്കാൻ പോണ, ആട്ടും വരെയല്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇത് എങ്ങനെ പിരിച്ചെടുക്കാനാണ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം പറയുന്നു, അവരെടുത്ത് അവർ ഇങ്ങോട്ട് ഇടയില്ലേ ഗ്രൂപ്പിലുള്ളവർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ബിനുവിനെ എന്തിനാ റിമൂവ് ചെയ്തത്? ബിനുവിനെ റൂം ചെയ്യാൻ കാര്യമുണ്ട്. എന്ത് ബിനു? നമ്മുടെ കോരിത്തരിപ്പ് വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് ഒരു അജണ്ടയുണ്ട്. അവൻ അത് ലംഘിച്ചു. എന്ത് ലംഘിച്ചെന്ന്? ഞാനൊരു അഡ്മിനല്ലേ, ഞാൻ രാവിലെ എഴുന്നേറ്റ് 5:30 മണിക്ക് ഒരു ഗുഡ് മോർണിംഗ് അയക്കും, സുപ്രഭാതം അയക്കും. അത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ കയറിക്കോ, ആവശ്യമുള്ള മെസ്സേജ് ഇട്ടോ. പക്ഷേ രാത്രി 11:30 മണിക്ക് ഞാൻ ഒരു സംഭവം അതിനകത്തിടും. കളി വീടുറങ്ങിയല്ലോ, അങ്ങനെ ഞാൻ വാട്സപ്പ് പൂട്ടും. പിന്നെ അതിനുശേഷം മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവരെ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കും. പക്ഷെ അവനത് ലംഘിച്ചു. എന്റെ പൊന്നഡ്മിനെ, നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ് ഈ പ്രേമന്റെ വീട് വെക്കാൻ 50,000 രൂപയാണ് ആ ബിനു തരാന്ന് പറഞ്ഞത്. അവനെ പെട്ടെന്ന് ആടി, ഇമ്മീഡിയറ്റ്ലി ആടി, പെട്ടെന്ന് ആടി. ആ ബിനു ആടി ചെയ്തിട്ടുണ്ടാ? മോനെ, ഏട്ടന് ചെറിയൊരു അബദ്ധം പറ്റിയാണ്. കൈതട്ടി നിന്റെ നമ്പർ റിമൂവ് ആയി പോയതാണ്. കൈതട്ടി ഒരു പെക്ക് പോയാൽ സഹിക്കും, പക്ഷേ കൈതട്ടി ബിനുവിനെ റിമൂവ് ആയിക്കൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. മക്കളെ, നീയാടാ ഈ ഗ്രൂപ്പിന്റെ കോരിത്തിരിപ്പ് കേട്ടോ. ധൈര്യമായിട്ടിരിക്കടാ. പിന്നെ പ്രേമം പറഞ്ഞായിരുന്നു? പ്രേമം സത്യമായിട്ട് 3-4 തവണ പറഞ്ഞു, പക്ഷെ പ്രതികരിക്കുന്നില്ല. ഇതൊന്നും നമ്മളെ ഗ്രൂപ്പിലെ സുമതി. അതല്ലെന്ന്. പിന്നെ നമ്മളെ ഗ്രൂപ്പിന്റെ കാര്യം, ഈ ഗ്രൂപ്പിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾ ആലോചിച്ചും ചെയ്യുന്നുണ്ടോ? ഇവിടെ ഞാനൊരു അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും സംഭവം നടന്നാൽ ഞാൻ അറിയേണ്ടത്. നമ്മളെ ഗ്രൂപ്പിലെ സിന്ധുവിനെ ആരോ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വേറെ നമ്പറിൽ നിന്ന് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഞാൻ പൊക്കും. അവന്റെ നമ്പർ ഞാൻ സൈബർ സെല്ലിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എവിടെയുണ്ടോ അവിടെ പോയി ഒരു പൊക്കെ 2 ഇടി ഇടിക്കും. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടില്ല കേട്ടോ. ഇല്ല, ഇത് ഞാൻ കേസാക്കും. ഈ വിഷയം ഞാൻ കൊണ്ട് വളർത്തി വലുതാക്കും. ഇത് കളയൂല ഞാൻ. സിം അടിച്ചു കളഞ്ഞാൽ വിഷയം തീരൂ. ഞാൻ പുതിയ സിം എടുത്തോളാം. ഒന്ന് കേൾക്കുന്നു. ഞാൻ അത്ര അറിഞ്ഞാൽ മതി. മെസ്സേജ് മറ്റേ നേരത്തെ നമ്മൾ പൈസ കാര്യം പറഞ്ഞില്ലേ, ഒരാരെ ഇട്ടെന്ന് തോന്നുന്നു കേട്ടാ. പൈസ വന്നാ? ലവ് ഇട്ടേക്കണം. നിന്റെ ലവ് നമുക്ക് വേണ്ട, പൈസ ഉള്ള പൈസ ഇട്ടാ. ആ പാവപ്പെട്ട ചെറുക്കൻ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം കേട്ടോ. അതൊക്കെ പോട്ടെ, ഈ പ്രേമം എവിടെ പോയി കിടക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂടാ? അവ ഇവിടെ പോയി കിടക്കണം എന്നറിയാൻ വയ്യ. ചെറുക്കൻ ഇവിടെ കുറെ നേരമായിട്ട് വന്നില്ലേ? നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞാൻ രാവിലെ ഇവിടെ വന്നായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആരും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരെ അമ്പലത്തിലോട്ട്. എന്റെ പ്രേമ, നമുക്ക് ഈ വീട് വെക്കണ്ടേ? അതെ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയത് വാടകയ്ക്ക്? ഇതൊക്കെ വാടകയ്ക്ക് എടുത്തോണ്ടാണ്. എന്തിന് റെന്റ് കൊടുക്കണ്ടേ? അല്ല, റെന്റ് കാര്യം പൈസ കൊടുക്കണ്ടേ? കാര്യങ്ങളെല്ലാം വേണം ഇതിനകത്ത്. എന്തായാലും എനിക്ക് വീട് വെച്ച് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മള് പ്രേമനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടാം. കാരണം എങ്കിലേ നമുക്ക് സംഭാവനകൾ പടപട വരത്തുള്ളൂ. അങ്ങനെ മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഫോട്ടോ എടുക്ക്. പ്രേമ, ഇതിപ്പോ നീ നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ രണ്ടു നിന്റെ വീട്ടിൽ പണിക്ക് വന്നാണ് കാണല്ലോ. കാരണം നമ്മളെ ഡ്രസ്സ് നോക്കടാ, നമ്മളെ ഒരുമാതിരി ഇത് നോക്കുന്ന അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട്. അത് പറ്റില്ല പ്രേമ. നമ്മൾ എങ്ങനെ എടുത്തിട്ട് നിനക്ക്? എടാ, നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്ക് പൈസ തരണമെങ്കിൽ നീ ഇത് ഉടുപ്പ് പിന്നല്ല. എടാ, ഇതുപോലെ നല്ല ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നിനക്ക് പൈസ തരുമോ? ഇല്ല. ഫോണൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഉടുപ്പൂര് അങ്ങോട്ട്. നീ എന്ത് വിലടാ കാണിച്ച? നിക്കറൂരാണ്. അല്ല, ഞാൻ ചോദിച്ച വീട് കിട്ടാൻ വേണ്ടിട്ടല്ലേ. എന്ത് വേണം ഞാൻ ചെയ്യാം. നീ പണിക്ക് വേടാ, നീ ജോലിക്ക് വേടാ. ഒരു ദിവസം പോയാ. പിന്നെ ഈ മാല വേണ്ട ചിട്ടി പിടിച്ചല്ലടാ നീ ചെറുതായിട്ട്. നീ എന്ത് വിലടാ നീ കാണിച്ച? ചിട്ടി പിടിച്ചു മാല ഇതിട്ടോണ്ട് നിനക്ക് പൈസ എല്ലാം കിട്ടൂടാ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കിടക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യരുത് മോനെ. ഒറ്റ അണ്ടർവെയറേ ഉള്ളൂ അല്ലടാ? അങ്ങനെ മനസ്സിലായി. തിരിച്ചു മറിച്ചു വിട്ടേക്കുന്നു. ഫാഷനായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടു കിടക്കും. രാശം ഉണ്ടാക്കി വെച്ചേക്കുന്നു. എടുക്കട്ടെ ഫോട്ടോ. ഒരു പാപത്തിനെ പോലെ നില്ലടാ. പാപത്തിനെ പോലെ നില്ലടാ. എനിക്ക് പാവത്തിനെ പോലെ നിൽക്കാനെന്ന് പറഞ്ഞു. നീ നിന്റെ ഭാര്യയുടെ മുമ്പ് എങ്ങനെ നിൽക്കണം? അത് അത്രേ ഉള്ളൂ. വേറെ നില്ല്, എടുക്കട്ടെ ഒരെണ്ണം. പ്രിയമുള്ള കോരിത്തെരുപ്പ് കൂട്ടായ്മകളെ, നമ്മളെ പയ്യന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. കാരണം സത്യം പറഞ്ഞ അവനെ നിങ്ങൾ കണ്ടില്ലേ അവന്റെ അവസ്ഥ? നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യൂ പ്ലീസ്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോവാം. നമുക്ക് ഫ്ലെക്സ് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് നമ്മളെ പരിപാടിയിലേക്ക് ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കാം. ഇതെന്താണ്?
ഇതെന്താണ് ഇത്? ഞാൻ എന്നെ വല്ല പിന്നെ മോഷണ കേസിലെ പ്രതിയാണ്. ഇതെന്താ ഫോട്ടോയാണ് ഇത്? എടാ നമ്മൾ രണ്ടോടെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നീ വന്ന ആ. ഷെയറില്ല നമ്മൾ മുമ്പ് വന്നിട്ട് എല്ലാം തരുമെന്ന് ചോദിച്ചു ഓർമ്മ കേട്ടാ. ആ സമയത്ത് എടുത്ത ഫോട്ടോയാണത്. അത് നല്ല പരിപാടിയായി പോയല്ലോ. നല്ല ഫോട്ടോ എന്റെ വെച്ചിരുന്നെങ്കില്. നല്ല വെച്ച പൈസ വരണേടാ. ഇതെന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? കോരിത്തെരിപ്പ് വാട്സപ്പ് കൂട്ടായ്മ പ്രേമന് ഒരു സ്വപ്നമാവനോ? അതെ. അല്ല, ഇതൊക്കെ ഈ ഫ്ലക്സ് അടിച്ച് വെച്ച് അറിയിക്കണം എന്തിനാ? എനിക്ക് മേടിച്ചു തന്നാ പോരെ? വല്ല കാര്യം. എന്ത് ചെയ്യുമെന്ന് പറയാം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ഗ്രൂപ്പിൽ അംഗമായ പ്രേമനു, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പ്രേമന് വേണ്ടി അതൊക്കെ എന്തിനാണ് മൈക്കോട് വിളിച്ചു പറയണത്? എല്ലാം പറയണ്ട. അത് പറഞ്ഞില്ലെങ്കിൽ വിഷയം. അത് പറയേണ്ട കാര്യമില്ല. അപ്പോ ആ. അതിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ആ പുള്ളിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മളെ ചെറുക്കനെ പറഞ്ഞ കാര്യങ്ങൾ. നമസ്കാരം. ഈശ്വര പ്രാർത്ഥനയാണ് ആദ്യം. അഖിലാണ്ടാത്മിന്മാരൊരുമിച്ചു കൂടി പരഗതിയില്ലാത്ത പ്രേമന് വേണ്ടി ദൈവമേ പ്രേമന്റെ പണിയൊന്നു തീർക്കാൻ എംസാൻഡും സിമ്മന്റും വില താഴ്ത്തിയിടേണം. നിങ്ങളിത് എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? പ്രേമന്റെ പണി തീരാനായിട്ടാ? വീടിന്റെ പണിയല്ലേ ഇത് കിടക്കേണ്ടത്? വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മീറ്റർ കിട്ടൂല സാധനം. ഇപ്പൊ പണിയത് വീട്ടുകളിലാണ്. കറക്റ്റ് അല്ലേ സാധനം? എന്ത് കഷ്ടമാണ്. നമ്മളൊരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഈ ഗ്രൂപ്പ് വഴി കുറെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റി പറയാനായിട്ട് ശ്രീ ഉണ്ണി വേനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉണ്ണി വേന അതാരാ? ഞാൻ പുണ്ണി തോന്നിക്കുന്നു. നമ്മളെ വാട്സാപ്പ് കൂട്ടായ്മ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത വളരെ മനോഹരമായിട്ടൊരു സംഭവം ചെയ്തു. പട്ടിക്കൊരു ചട്ടി. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ അലഞ്ഞു നടക്കുന്ന പട്ടികൾക്ക് ഭയങ്കര അതുകൊണ്ടാണ് കടിക്കുന്നത്. അതുകൊണ്ട് ജെട്ടി ഇട്ട് കൊടുത്തു. ആരാ ഉദ്ഘാടനം ചെയ്ത്? ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞില്ല. എന്നിട്ട് പ്രസിഡന്റ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി. എന്തിന്? പട്ടി അടിക്കൂലി. പിന്നെ ചെന്ന് കയറി കൊടുത്താ പട്ടി അടിച്ചു. അപ്പൊ അത് പോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പ്രേമന് വേണ്ടി അതെങ്കിലും എന്റെ ഈ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നല്ല കൂടി ആപ്പിൾ വലക്കാത്തിട്ട് വെച്ചേക്കുമ്പോൾ ഈ പരഗതി അതില്ലാത്ത പറയേണ്ട കാര്യമില്ല. അത് ഇങ്ങനെ എപ്പോഴും എന്തിനു വിളിച്ചു പറയണത്? പ്രേമ അത് പറഞ്ഞാലേ പൈസ കിട്ടത്തുള്ളൂ. നമ്മൾ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ കേട്ടോ. അത് ഗ്രൂപ്പിൽ ഒന്ന് ചർച്ച ചെയ്യണം. ഗ്രൂപ്പിൽ ചോദിക്കണം, അല്ലെങ്കിൽ അത് വിഷയം. അതുകൊണ്ടാണ് ഈ പറയണത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രേമന് വേണ്ടി ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത. അത് പറയാതിരിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്നോ തമ്പിട് അല്ലെങ്കിൽ ലവിട്. ശരി. അല്ല, ഇത് ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? നമ്മൾ 10,000 പേരുണ്ടല്ലോ. ഇനി അത് ചർച്ച വേണ്ട, അങ്ങനെ തന്നെ വെച്ചു. ഇനി അതൊരു വലിയ ചർച്ച ആക്കണ്ട. ഓക്കെ, എനിക്ക് 2 വാക്ക് പറയാനായിട്ട് സംസാരിച്ചു. സത്യം പറഞ്ഞാ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം എനിക്കിപ്പോ ഇങ്ങനെ ഒരു വീട് വെച്ച് തരുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്. കാരണം ഞാനൊരു മാറാ രോഗിയാണ്. എന്റെ ഈ രോഗം വേറെ ആർക്കും വരരുതെന്നാണ് എന്റെ പ്രാർത്ഥന. എന്റെ രോഗത്തിന്റെ പേരാണ് പേടി. രാവിലെ പണിക്ക് പോകാനായിട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്ത് പോകുന്ന വഴിക്ക് വണ്ടി ഇടിക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ പണിക്ക് പോകാറില്ല. അഥവാ അതൊക്കെ തരണം ചെയ്ത് ഞാൻ പണി സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ മേളിൽ കയറാൻ നേരത്ത് താഴെ വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പണിക്ക് പോകാറില്ല. പണിക്ക് പോകാതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കണമെന്ന് ഉണ്ടാക്കാനായിട്ട് വല്ലയിടത്ത് ചൂണ്ടിടാൻ പോകാൻ വേണ്ടി തീരുമാനിക്കും. വെള്ളത്തിൽ വീഴുമെന്ന് പേടിച്ച് ഞാൻ അതിനും പോകാറില്ല. പേടിയാണ് എനിക്ക്. ആഹാരം കഴിക്കുമ്പോ തൊണ്ടക്കിരിക്കുന്ന പേടിയുണ്ടോ? അങ്ങനെ ഒരു പേടി. അപ്പൊ തിന്നാൻ നിനക്കൊരു കുരുവില്ല. സംഭവം ഇത് ആർക്ക് വേണോ സംഭവിക്കാം. നമുക്ക് നാളെ ഇത് സംഭവിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അതിനുവേണ്ടി പരിഹാരം നമ്മൾ ചെയ്യും. ഇത് ഭയങ്കര ഡോക്ടർമാർ ഭയങ്കര പേരാണ് ഈ പറഞ്ഞത്. ഭയങ്കര അയ്യോ, ഈ പറഞ്ഞ ഭയങ്കര അസുഖത. ഈ അസുഖത്തിന് ഡോക്ടർമാർ പറയുന്ന പറഞ്ഞാൽ എന്ന് പറയുന്ന വലിയൊരു അസുഖമാണ്. അങ്ങനെ ഈ അസുഖത്തിന് മെഡിക്കൽ സയൻസ് ഇതുവരെയായിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മെഡിക്കൽ സയൻസ് ഇങ്ങനെ നിക്കേണ് എന്തേലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 5:30 മണി വരെ ഇങ്ങനെ നോക്കിയോണ്ട് എന്നാ മതിയാ. വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? പിന്നെ അതിന്റെ വഴിക്ക് പോകാൻ നോക്ക്. അല്ല, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സംഭവം ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഒരു പണിക്കും പോകാതിരിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ അച്ഛന് എന്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര വിഷമമാണ്. അതായത് അച്ഛന് എന്റെ കാര്യം ആലോചിച്ചിരുന്ന് അച്ഛന് രാത്രി ഉറക്കമില്ല. അങ്ങനെ ഞാൻ അച്ഛനെ അപ്പുറത്തെ ബേക്കറിൽ സെക്യൂരിറ്റി പണിക്ക് വിട്ടു. കാരണം വെറുതെ വീട്ടിൽ ഉണക്കാതിരിക്കേണ്ട കാര്യമില്ല. ആ ഒരു വരുമാനത്തിലാണ് ഞാനിപ്പോ ജീവിച്ചു പോകുന്നത്. ഇപ്പൊ തന്നെ മെമ്പർ 750 സ്ക്വയർ ഫീറ്റ് ഉള്ള പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ചു. ഇല്ലില്ല, ഞാൻ പറഞ്ഞ 1500 സ്ക്വയർ ഫീറ്റ് കോരിത്തെരിപ്പ് എനിക്ക് വെച്ച് തരുവാണ്. പിന്നെ എനിക്ക് എന്തിനാണ് ആ പട്ടിക്കൂട്? ഞാൻ പറഞ്ഞ എനിക്കത് വേണ്ടാന്ന്. കാരണം നമുക്ക് എന്താണ്, മെമ്പർ എന്നിട്ട് വീട് പോണില്ല. നിനക്കത് തന്നിട്ടേ പോകത്തുള്ളത്. ലാസ്റ്റ് ഹോളോ ബ്രിക്സ് കൊണ്ട് മെമ്പറിനിട്ട് എറി കൊടുത്തിട്ടാണ് ഞാൻ വിട്ടത്. മിടുക്കൻ. അത് അങ്ങനെ ഒന്നും സംഭവം നമുക്ക് വേണ്ട. അതെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവരോട് നന്ദി രേഖപ്പെടുത്താറുണ്ട്. എനിക്ക് വീട് വെച്ച് തരുന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, അപ്പൊ ബാക്കി കാര്യത്തിലേക്ക് പോവാം. അതെ, നമുക്ക് അതെ, നിങ്ങൾ പറഞ്ഞില്ലായിരുന്ന നിങ്ങൾക്ക് മറ്റേ എന്തോ ഇത് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ മറ്റേ ഇത് മേടിച്ചു തരണമെന്ന് ഓണക്കോടി. 2 പേർക്കും ഓണക്കോടി എടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. സന്തോഷം. നിങ്ങൾ പറഞ്ഞ മെറ്റീരിയൽ എടുത്തപ്പോ 10,000 രൂപയാണ്. അത് വേണം. കാര്യം നമ്മൾ ലക്ഷങ്ങൾ ഇങ്ങോട്ട് തരുമ്പോ പിന്നെ ഒരു 10,000 ചെലവാക്കി എന്താ കുഴപ്പം? അല്ല, അത് പറഞ്ഞതാണ്. പൈസ നിനക്ക് വരും. ഇനിയിപ്പോ കാര്യങ്ങളെല്ലാം വരത്തില്ല. ധൈര്യമായിട്ടിരിക്കും. നമുക്ക് ഓണക്കോടിയല്ല. അപ്പൊ നിനക്ക് സന്തോഷമായിട്ട് വേറൊരു കാര്യം പറയാം. അതങ്ങ് താക്കോല്. അപ്പോ വീടിന്റെ താക്കോലാണ്. ഫോട്ടോ എടുക്കണം. ചിരിക്കുന്നല്ല. അല്ല,
എനിക്കല്ലേ വീട് തരണം. പ്രേമ നീ ഇങ്ങനെ ഒതുങ്ങി പോരുത് പ്രേമ. നീ ഇൻഡസ്ട്രിന്ന് ഔട്ട് ആവും കേട്ടോ താമസിയാതെ. ആണ്. നീ ഇടിച്ചു കയറി നിൽക്കും പ്രേമ. നീ ഇതെന്ത് കാണിക്കുന്നത്? കുഴപ്പമില്ലല്ലോ, ഒരു ഫോട്ടോ എടുക്കേണ്ടത്. താക്കോൽ അവനല്ലേ കൊടുക്കുക. അതെ അതെ. പ്രേമന്റെ ഓരോരോ കാര്യങ്ങള്. അല്ല ഇത് അല്ല നിങ്ങൾ തരണ്ടേ ഇതായിരിക്കും. പ്രേമ കൺഫ്യൂഷൻ അടിപ്പിക്കും. പ്രേമ ഇടിച്ചു കയറുന്നില്ല പ്രേമ. നീ ഇത് കാരണം നിനക്ക് വേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. അല്ല ആരെങ്കിലും ഒന്ന് ഫോട്ടോ എടുക്കുക. ആരെങ്കിലും എടുക്ക് ഫോട്ടോ എടുക്ക്. ആ നമ്മള് വീട് വെച്ചില്ലല്ലോ, പിന്നെ എന്തിനാ താക്കോല്? എന്താ പ്രേമ നീ പറയുന്നത്? അല്ല വീടില്ലാത്ത പിന്നെ താക്കോല് കിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പ്രേമ ആ. ഒരു വീട്ടിൽ അത്യാവശ്യം എന്തുവാ? കഥക് ആ. ആദ്യം മറ്റേ പൂട്ടും താക്കോലും അതിന്റെ താക്കോലാണത്. ഇത് ഈ കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കുള്ള പണി അങ്ങനല്ല. എന്താ? ഫൗണ്ടേഷൻ മുമ്പ് വാർപ്പ്, അതാണ് ഞങ്ങള്. പിന്നെ 5000 പേര് അതിന്റെ പിറക്കെ നിൽക്കണത് ഓർക്ക് നീ. ആണോ? ഇനിയിപ്പോ നമുക്ക് കട്ടളാക്കണ്ടേ? കട്ടള വെച്ച് കൊടുക്കാറില്ല, പിന്നെ എന്ത് ചെയ്യാൻ? ഇനി മംഗളമായ കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന. കട്ടള എടുക്കാൻ പാ. കട്ടള കഴിഞ്ഞ പരിപാടികൾ കഴിഞ്ഞു. അല്ല ഈ കട്ടള വെക്കാനായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ കിട്ടിയില്ലല്ലോ, ഇട്ടിട്ടേ ഉള്ളൂ. ധൈര്യമായിട്ടിരി പേർ. ആ ചോദ്യം ഇല്ല പ്രേമ, നമ്മളല്ലേ വീട് വെച്ചിരുന്നത്. ഓ പിടിക്ക്. എവിടെ കട്ടള? പ്രേമ മുണ്ടെടുത്തു പ്രേമ. നിക്കറിട്ടോണ്ട് നിൽക്കല്ലേ പ്രേമ. നിങ്ങളല്ലേ പറഞ്ഞു ഊരിക്കളയാനായിട്ട്? തെറ്റിദ്ധരിക്കും. എന്തോ പറയാനെന്ന് പറ. മുണ്ടെടുത്തു പിടിച്ചോ പിടിച്ചോ, പൊക്കിക്കോ പൊക്കിക്കോ പൊക്കിക്കോ. അടിപൊളി. അപ്പൊ കട്ടള വെച്ച്. കട്ടള വെച്ചില്ലേ? അല്ല ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ 10:30. 10:30? 11 മണിക്കാണ് മുഹൂർത്തം. കുറച്ചു നേരം പിടിച്ചു വെച്ചോണ്ട് നില്ലേ. ഏ? ഇത് തറയെ വെക്കരുത്. തറ വെക്കരുത്. തറയെ വെക്കരുത്, ദോഷമാണ്. ദോഷം. ഇതിപ്പോ പിന്നെ ഞാനെന്തോ ചെയ്യാനാണ്? ഒരു അരമണിക്കൂറത്തെ കാര്യമുള്ളൂ, പിടിച്ചോണ്ട് നില്ല്. ഞാൻ പിടിച്ചോണ്ട് നിൽക്കാനാ? അതെല്ലാം കഴിക്കട്ടെ. കഴിക്കട്ടെന്നാ. എടോ ഇത് ആരെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് നിൽക്കട്ടെ. ഇത് ഇല്ല പ്രേമ, സമാനപ്പെടും. നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടൂടെ? ഇത് എന്തൊരു കഷ്ടം. ഇതിപ്പോ പ്രൈവറ്റ് വെച്ച പോലെ അല്ലേ ഞാൻ? ഒരു പൊതിയേ ഉള്ളല്ലേ? ഒന്നേ ഉള്ളൂ, മതി ഉള്ളതാവട്ടെ. ഉള്ളതാവട്ടെ. അല്ല നിങ്ങൾ കഴിക്കുവാണ്? പിന്നല്ല, ഞങ്ങളത് കണ്ടോണ്ടിരിക്കണോ? ഞാനും ഒന്നും കഴിച്ചില്ലായിരുന്നു. ആ കഴിക്കണ്ട, അതും പിടിച്ചു വെച്ചോണ്ടില്ലേ. ഇത് പറയണ്ടേ നീ കഴിച്ചില്ല എന്നുള്ള കാര്യം? അല്ല ഒരു വായ എനിക്ക് തരാവോ? പിന്നെ ഞാൻ എന്തോ ചവയ്ക്ക്. ചിക്കൻ ബിരിയാണിയാണല്ലേ? ഉയ്യോ, ടേസ്റ്റ് ഉണ്ടാ? കൊള്ളാം. കുറച്ച് എനിക്ക് ഇതൊന്ന് പിടിച്ചിട്ട്. താഴെ വെച്ചോ. അല്ല താഴെ വെച്ചാൽ ശരിയാകത്തില്ല, മുഹൂർത്തം പ്രശ്നമാകത്തില്ല. ബിരിയാണി തീർന്നു, നീ താഴെ വെച്ചോ. മുഹൂർത്തം കഴിഞ്ഞു. ബിരിയാണി തിന്നാനായിട്ട് അതുകൊണ്ടാ? അല്ല നിങ്ങൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വീട് പണി തുടങ്ങണ്ടേ? വീട് പണി തുടങ്ങുന്ന സാധനം കൊണ്ടുവരണ്ടേ? സാധനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെറ്റ് ചെയ്യണം. അവരും ആ സാധനം വരും. വരുവാ? പിന്നെ 3 ലോഡ് പാറ വരൂലേ? 3 ലോഡ് പാറ, അത് അടിപൊളിയായിരിക്കും. 3 ലോഡ് പാറ. അതിനുള്ള പൈസ കൊടുക്കണം. ആര്? നീ. ഞാനെന്തിനാ കൊടുക്കണം? അല്ല അത് ഈ നമുക്ക് വേണ്ടി ഗ്രൂപ്പിൽ പിരിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അവരല്ലേ കൊടുക്കേണ്ടത്? പണ്ട് വരാറുണ്ട്, അത് വരും. നീ ഒരു കാര്യം ചെയ്ത് മറിക്കത് ഒന്ന് തിരിമറി ചെയ്താൽ മതി. ബാക്കി വിഷയങ്ങളൊന്നും ഇല്ലത്. ലൂസിഫറിലെ ബോബി കളിക്കുവാണോ? ഫണ്ട് വരും എന്ന് പറഞ്ഞോണ്ട്. അതൊക്കെ വരും. നീ ഒരു കാര്യം ചെയ്യും. ആ. അല്ല വിളിച്ച് ഒരു എത്ര വേണ്ടി വരും? 30 പറ. 30,000 വേണ്ടി വരും. 30,000 ഞാൻ ഉണ്ടാക്കണം. നിങ്ങൾ പറഞ്ഞിട്ടാണ് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് 750 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടായിരുന്നിട്ടും മെമ്പറിനെ എറിഞ്ഞു അടിച്ച് ഞാനത് വേണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ചെയ്തു വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കില്ല, കോൾ വരുന്നു. ഹലോ, പഞ്ചായത്തിൽ നിന്നാ? ഓ ഓ ഓ ശരി ശരി, സന്തോഷം സന്തോഷം. പഞ്ചായത്ത് ലിസ്റ്റിൽ എന്റെ പേരുണ്ട്, വീടുണ്ട് എനിക്ക്. മണ്ണും വീട് പത്ത്. ഓ ഉണ്ട്. വീടായി. കൊള്ളാം കേട്ടോ. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഒരു 700 അതിലടുപ്പിച്ച് വരും സ്ക്വയർ ഫീറ്റ്. 700 സ്ക്വയർ ഫീറ്റിലൊക്കെ ആരെങ്കിലും താമസിക്കും? ഇവിടെ സാധാരണക്കാർക്ക് അതൊക്കെ പോരാ ജീവിക്കാനായിട്ട്. ചുമ്മാ 1000 സ്ക്വയർ ഫീറ്റ് നമ്മൾ എന്തിനാ വേറെ സ്വപ്നം കാണണം അല്ലേ? നീ എന്തിനാ നീ 1500 സ്ക്വയർ ഫീറ്റിന്റെ വീട്? നിനക്ക് സ്വപ്നം കാണാൻ എന്തൊരു അർഹതയുണ്ട് നിനക്ക്? അല്ല എന്റെ പുറകെ 5000 പേരുണ്ടെന്ന് പറഞ്ഞേ. നിന്റെ പുറകെ 5000 പേര് ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ നിന്റെ സങ്കടം കാണാൻ. അപ്പൊ ഗ്രൂപ്പിൽ വേറെ ആരും ഇല്ലേ? ഇങ്ങനെ എല്ലാത്തിനും റിമൂവ് ചെയ്തില്ലേ? ഒറ്റ പൈസ ഇട്ടില്ലല്ലോ. റിമൂവ് ചെയ്തെന്നാ? ഇല്ലാതെ കളഞ്ഞു. താണ്ടെ ഒരുപാട് തോന്നിയാസം വർത്താനം പറയരുത്. എടാ നിന്റെയൊക്കെ വർത്താനം കേട്ടിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന 2 മുറി വീട് പൊളിച്ചിട്ട് ഈ കുഴി കുഴിച്ചു വിട്ടിട്ട് വീട് പണിയാന്ന് പറഞ്ഞോട്ട്. ഇനിയിപ്പോ ഞാനതെന്ത് ചെയ്യും? നിനക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ കൂടെ നിൽക്കും. അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. 5000 പേരുണ്ടായിരുന്ന ഗ്രൂപ്പിനെ ഇപ്പൊ റിമൂവ് ചെയ്ത് വിട്ടിട്ടുള്ളൂ. അടുത്ത 10000 പേര് വെച്ചിട്ട് വേണ്ട ഉണ്ണിയാണ് അടുത്ത പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങും. എന്തോ ഗ്രൂപ്പ്? അന്ന് ഈ കുഴി കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ഒരു ടാർപ്പ് ഇട്ടിട്ട് നമ്മുടെ പ്രേമനൊരു മത്സ്യകൃഷി എന്ന് പറഞ്ഞ് നമ്മളൊരു പുതിയ പ്രോജക്റ്റ് ആയിട്ട് വരും. പക്ഷെ അതിന്റെ JCBയുടെ പൈസ നീ കൊടുക്കണം. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.